പത്തനംതിട്ട കളഞ്ഞൂർ പാടം എന്ന ഗ്രാമത്തിലെ കളിക്കൂട്ടുകാരായിരുന്ന വിഷ്ണുവും ബൈജുവും ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് ഇരുവരും വളർന്നു വന്നത്. രണ്ടുപേരും ജോലി ചെയ്യുന്നതും ഒന്നിച്ച്. ബൈജുവിൻ്റെ വിവാഹത്തോടെ അയാളുടെ ഭാര്യയുമായും വിഷ്ണു സൗഹൃദത്തിലായി. എന്നാൽ ഭാര്യയുടെ ഫോണിൽ മോശമായ രീതിയിൽ വിഷ്ണുവിൻ്റെ ഒരു വാട്സാപ്പ് സന്ദേശം കണ്ടു. അന്നാണ് താൻ ചതിക്കപ്പെടുകയാണെന്ന് ബൈജു തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇരട്ട കൊലപാതകത്തിലാണ് കലാശിച്ചത്. കളഞ്ഞൂർ പാടം സ്വദേശി ബൈജു ഭാര്യ വൈഷ്ണവിയെയും അയൽവാസി വിഷ്ണുവിനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഇന്നലെ രാത്രി ബൈജുവും വൈഷ്ണവിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണവി അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും പ്രതി ആക്രമിച്ചു. വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. വിഷ്ണുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിഷ്ണുവും പ്രതി ബൈജുവും സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് ജോലിക്ക് പോയിരുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരുമാണ്. നമ്മളെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹനമുള്ള പിള്ളേരാണ്. പ്രതി ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നറിയാൻ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. News 18 പത്തനംതിട്ട.